പറയുന്നത്. അപ്പോഴും ചില സജീവ ചർച്ചകൾ നടക്കുന്നുണ്ട്. എന്തൊക്കെയായിരിക്കും സ്വാധീനിക്കാൻ പോകുന്ന ഘടകങ്ങൾ എന്നതാണ്. പ്രത്യേകിച്ച് കോൺഗ്രസിലാണെങ്കിൽ നമുക്കറിയാം, സുനിൽ കനകോലു ഒരു റിപ്പോർട്ട് തയ്യാറാക്കിയിരുന്നു. അത് വളരെ പ്രധാനപ്പെട്ടതാണ്. അത്തരം പഠനങ്ങളൊക്കെ അടിസ്ഥാനമാക്കിയാണ് സ്ഥാനാർത്ഥി നിർണയത്തിലേക്കൊക്കെ കോൺഗ്രസ് കടക്കുന്നതെന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. തദ്ദേശ പോരിലെ വിജയം അതേപടി നിയമസഭയിലേക്കും ആവർത്തിക്കാമെന്ന് കണക്കുകൂട്ടുന്ന UDF-ന് ഇതാ മുന്നറിയിപ്പ് നൽകുകയാണ് കനകോലുവിന്റെ സർവേ റിപ്പോർട്ട്. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഇഞ്ചോടിഞ്ച് പോരാട്ടത്തിന് സാധ്യതയുണ്ട് എന്നതാണ് കനകോലു പ്രവചിക്കുന്നത്. തദ്ദേശ തെരഞ്ഞെടുപ്പ് ഫലം അടിസ്ഥാനമാക്കിയാണ് റിപ്പോർട്ട് തയ്യാറാക്കിയതെന്ന് ഓർക്കണം. എന്തൊക്കെയാണ് കോൺഗ്രസിന്റെ തെരഞ്ഞെടുപ്പ് തന്ത്രജ്ഞൻ സുനിൽ കനകോലുവിന്റെ സർവേ റിപ്പോർട്ടിൽ പറയുന്നതെന്ന് നോക്കാം നമുക്ക്. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഇതിൽ കോൺഗ്രസിന്റെ സംഘടനാ സംവിധാനത്തെക്കുറിച്ച് സുനിൽ കനകോലു വിലയിരുത്തുന്നതനുസരിച്ച് 4 ജില്ലകളിൽ കോൺഗ്രസ് ദുർബലമാണെന്നാണ് പറയുന്നത്. അത് ഏതൊക്കെ ജില്ലകളാണെന്ന് നോക്കിയാൽ തിരുവനന്തപുരം, പാലക്കാട്, ആലപ്പുഴ, തൃശൂർ, ഈ 4 ജില്ലകളിൽ ദുർബലമാണ് കോൺഗ്രസ് എന്ന് പറയുന്നത്. നോക്കണം, തിരുവനന്തപുരം ഇക്കുറി ഏറെ ശ്രദ്ധേയമാകാൻ പോകുന്ന മത്സരങ്ങൾ നടക്കാൻ പോകുന്നതാണ്. BJP ലക്ഷ്യം വെക്കുന്ന പ്രധാനപ്പെട്ട മണ്ഡലങ്ങൾ അത് തിരുവനന്തപുരത്താണ്. അതിനിടയിലാണ് ഈ 4 ജില്ലകളിൽ, 4 മണ്ഡലങ്ങളല്ല കേട്ടോ, 4 ജില്ലകൾ തന്നെയാണ് പറയുന്നത്. തിരുവനന്തപുരം, പാലക്കാട്, ആലപ്പുഴ, തൃശൂർ, ഈ 4 ജില്ലകളിലും സംഘടനാ സംവിധാനം ദുർബലമാണ് എന്ന് സുനിൽ കനകോലുവിന്റെ സർവേയിൽ കൃത്യമായി ചൂണ്ടിക്കാണിക്കുന്നു. ഈ 4 ജില്ലകളിലെയും പ്രവർത്തനം മെച്ചപ്പെടുത്തണമെന്ന് കൂടിയാണ് ഓർമ്മിപ്പിക്കുന്നത്. ഒപ്പം വയനാട്, മലപ്പുറം, എറണാകുളം, ഇടുക്കി ജില്ലകളിൽ കൂടുതൽ പ്രതീക്ഷയുണ്ട് എന്നുകൂടിയാണ് ഈ സർവേയിൽ പറയുന്നത്. ഈ 14 സീറ്റുകളിൽ നമുക്കറിയാം, തദ്ദേശ തെരഞ്ഞെടുപ്പിൽ 14 സീറ്റുകളിൽ, അതായത് നിയമസഭാ മണ്ഡല അടിസ്ഥാനത്തിൽ കണക്കാക്കുമ്പോൾ 14 സീറ്റുകളിൽ NDA വോട്ട് വിഹിതം വർദ്ധിപ്പിച്ചത് അത് ശ്രദ്ധയോടെ കാണണം, അതൊരു അലാമായി കാണണം എന്നതാണ് പ്രധാനമായും സുനിൽ കനകോലു പറയുന്നത്. ഈഴവ നായർ സ്വാധീന മണ്ഡലങ്ങളിൽ NDAയുടെ വോട്ട് കൂടിയിട്ടുണ്ട് എന്നത് കൃത്യമായി തന്നെ കണക്ക് കൂട്ടുന്നു. ഈ മുസ്ലിം വോട്ടുകൾ പ്രതീക്ഷിച്ചതുപോലെ തന്നെ UDF-ന് അനുകൂലമായി പോൾ ചെയ്തിട്ടുണ്ട്. അത് UDF-നെ സംബന്ധിച്ചിടത്തോളം ആശ്വാസകരം തന്നെയാണ്. അത് സ്വാഭാവികമായി അങ്ങനെ തന്നെയാണ് സംഭവിക്കാറുള്ളത്. പക്ഷേ നോക്കൂ, ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ക്രൈസ്തവ വോട്ടുകൾ പൂർണ്ണമായി അനുകൂലമായില്ല എന്നതാണ് സുനിൽ കനകോലുവിന്റെ റിപ്പോർട്ടിൽ, സർവേയിൽ പറയുന്ന പ്രധാനപ്പെട്ട ഒരു കാര്യം. UDF പ്രതീക്ഷിച്ചത്ര ക്രൈസ്തവ വോട്ടുകൾ ലഭിച്ചിട്ടില്ല എന്നതാണ്. ഇരു മുന്നണികളും 40% വോട്ട് നേടിയേക്കാം എന്ന് സുനിൽ കനകോലു പറയുന്നു. നോക്കൂ, UDF വലിയ രീതിയിൽ, വലിയ മാർജിനിൽ ജയിക്കും എന്ന് ഉറപ്പായും പറയുന്നു. ഭരണമാറ്റം ഉണ്ടാകുമെന്ന് പറയുന്നു. അതിനിടയിലാണ് LDF-നും UDF-നും ഒരുപോലെ സാധ്യതയുണ്ടെന്ന മട്ടിലുള്ള ഒരു സർവേ, അത് തദ്ദേശ തെരഞ്ഞെടുപ്പ് അടിസ്ഥാനമാക്കിയുള്ള സർവേ സുനിൽ കനകോലുവിന്റെ വരുന്നത്. ഇരു മുന്നണികളും 40% വോട്ട് പിടിക്കുമെന്ന് പറയുന്നു. അപ്പോൾ NDA എത്ര വോട്ട് നേടുമെന്ന് ചോദിച്ചാൽ 15% വോട്ട് നേടുമെന്നതാണ് സുനിൽ കനകോലുവിന്റെ സർവേയിൽ പറയുന്നത്. ഇതൊക്കെ തന്നെയും തദ്ദേശ തെരഞ്ഞെടുപ്പിന്റെ കണക്കുകൾ അടിസ്ഥാനമാക്കിയുള്ള സർവേയാണ്. പക്ഷേ UDF-ന് കൃത്യമായ മുന്നറിയിപ്പ് അത് നൽകുകയാണ്. സർവേ റോഷിപാൽ ചേരുകയാണ്. റോഷിപാൽ, ഈ കനകോലുവിന്റെ സർവേ റിപ്പോർട്ട് എങ്ങനെയാണ് കോൺഗ്രസ് നേതൃത്വം കാണുന്നത്? ഭരണവിരുദ്ധ വികാരമടക്കം ആളിക്കത്തിച്ച് മുന്നോട്ട് പോകാനുള്ള തന്ത്രങ്ങൾ UDF ആവിഷ്കരിക്കുന്നതിനിടയിലാണ് ഇത്തരത്തിലൊരു മുന്നറിയിപ്പ്. ഇതിന്റെ കൂടി അടിസ്ഥാനത്തിലായിരിക്കും പ്രചാരണത്തിലെ തന്ത്രങ്ങൾ തീരുമാനിക്കുക, വിഷയങ്ങൾ തീരുമാനിക്കുക, അല്ലേ റോഷിപാൽ? വിനിത, തദ്ദേശ തെരഞ്ഞെടുപ്പിലെ ഫലം അടിസ്ഥാനമാക്കി നടത്തിയ ഈ നിഗമനങ്ങൾ അത് ഒരു സർവേ കൂടി അടിസ്ഥാനമാക്കിയാണ്. അതിൽ കൃത്യമായി ഒരു സർക്കാരിനെതിരെയുള്ള വികാരം, അത് ജനവികാരം അങ്ങനെ പ്രതിഫലിക്കുന്നില്ല എന്ന് പറയുന്നുണ്ട്. അതേസമയം തന്നെ അത് ജനങ്ങളിലേക്ക് എത്തിക്കേണ്ട ഉത്തരവാദിത്വം പാർട്ടി പ്രവർത്തകർ ഏറ്റെടുക്കണം. അത് സർക്കാരിന്റെ വീഴ്ചകൾ ഒന്നൊന്നായി ഗൃഹസന്ദർശനം നടത്തി ജനങ്ങളെ ബോധ്യപ്പെടുത്തണം എന്ന നിർദ്ദേശം കൂടിയാണ് സുനിൽ കനകോലു നൽകിയത്. അതിന്റെ അടിസ്ഥാനത്തിൽ സംസ്ഥാനത്ത് മേഖലാ ജാഥകൾ നടത്തണമെന്ന നിർദ്ദേശമുണ്ടായിരുന്നു. അതിനൊപ്പം ഗൃഹസന്ദർശനം നടത്തണം. നേതാക്കൾ ഒന്നാകെ താഴെത്തട്ടിലേക്ക് ഇറങ്ങണം. പാർട്ടിയുടെ താഴെത്തട്ടിൽ, അത് ബൂത്ത് തലത്തിലടക്കം പാർട്ടി സംവിധാനം കൂടുതൽ ശക്തമാക്കാനുള്ള നിർദ്ദേശമടക്കമുണ്ട്. അതിന്റെയൊക്കെ അടിസ്ഥാനത്തിൽ ഗൃഹസന്ദർശനം നടത്തി. അതിനു പുറമെ പ്രതിപക്ഷ നേതാവ് VD സതീശന്റെ ജാഥ നടക്കുന്നുണ്ട്. ആ ജാഥയല്ല സുനിൽ കനകോലു ഉദ്ദേശിച്ചത്, അത് മേഖലാ തലത്തിലുള്ള ജാഥയാണ്. പക്ഷേ ഇനി അങ്ങനെ ഒരു ജാഥ നടത്താനുള്ള സമയമില്ല. കാരണം ഏതാണ്ട് തെരഞ്ഞെടുപ്പിന് പ്രഖ്യാപിക്കാൻ 1-2 ആഴ്ച മാത്രമേ ഇതിന് സമയമുള്ളൂ. അതുകൊണ്ട് മറ്റു കാര്യങ്ങൾ, സർക്കാരിനെതിരെ എങ്ങനെ ജനവികാരം ആളിക്കത്തിക്കാൻ കഴിയും എന്നതിനെക്കുറിച്ചുള്ള ആലോചനയാണ്. അതിനുള്ള തന്ത്രങ്ങളാണ് കോൺഗ്രസ് നേതൃത്വം ആവിഷ്കരിക്കുന്നത്. അത് സാമൂഹ്യ മാധ്യമങ്ങൾ ഉപയോഗിക്കും, അല്ലാതെ ജനങ്ങൾക്ക് ഇടയിലേക്ക് ഇറങ്ങി ഗൃഹസന്ദർശനം നടത്തി പാർട്ടി പ്രവർത്തകരെ ഉപയോഗിച്ചുകൊണ്ട് ഇങ്ങനെ ഒരു പൊതുവോട്ടുകൾ, അത് പൊളിറ്റിക്കൽ വോട്ടല്ലാത്ത പൊതുവോട്ടുകളെ എങ്ങനെ സ്വാധീനിക്കാൻ കഴിയും എന്നതിനെക്കുറിച്ചുള്ള ആലോചനയും അത് നടപ്പിലാക്കാനുള്ള ശ്രമവുമായിരിക്കും നടക്കുക. സംസ്ഥാനത്ത് നിലവിൽ തെരഞ്ഞെടുപ്പ് നടന്നു കഴിഞ്ഞാൽ അവിടെ ഇഞ്ചോടിഞ്ച് പോരാട്ടമായിരിക്കുമെന്ന മുന്നറിയിപ്പാണ് സുനിൽ കനകോലു നൽകുന്നത്. അത് 100 സീറ്റ് നേടി UDF അധികാരത്തിലെത്തുമെന്ന് പ്രതിപക്ഷ നേതാവും
കോൺഗ്രസ് നേതൃത്വം അവകാശവാദം ഉന്നയിക്കുമ്പോഴാണ് കോൺഗ്രസിന്റെ തെരഞ്ഞെടുപ്പ് തന്ത്രജ്ഞനായ സുനിൽ കനകോലുവിന്റെ റിപ്പോർട്ടിൽ കോൺഗ്രസിനെ ആശങ്കപ്പെടുത്തുന്ന റിപ്പോർട്ടുള്ളത്. അത് കണക്കുകൾ നിരത്തിക്കൊണ്ട് തന്നെയാണ് പറയുന്നത്. മുസ്ലിം വിഭാഗത്തിൽ നിന്നും വോട്ട് കോൺഗ്രസിന് അനുകൂലമായി ചിന്തിക്കുമ്പോഴും ക്രൈസ്തവ വിഭാഗത്തിന്റെ വോട്ട് ഏകോപിപ്പിക്കാൻ UDF സംവിധാനത്തിന് കഴിഞ്ഞിട്ടില്ല എന്ന ഒരു വിലയിരുത്തലാണ്. മാത്രവുമല്ല 4 പ്രധാനപ്പെട്ട ജില്ലകളിൽ പാർട്ടി സംവിധാനം പൂർണ്ണമായും ദുർബലമാണെന്ന മുന്നറിയിപ്പ് കൂടിയുണ്ട്. അത് തിരുവനന്തപുരം അടക്കമുള്ള ജില്ലകളാണ്. അവിടെ കൂടുതൽ സംഘടനാ സംവിധാനം ശക്തമാക്കണം. അങ്ങനെ വലിയ തന്ത്രങ്ങൾ, വലിയ പോരാട്ടത്തിന് കോൺഗ്രസ് നേതൃത്വം തയ്യാറെടുക്കുകയാണ്. അതിന് ഈ സുനിൽ കനകോലുവിന്റെ റിപ്പോർട്ടാണ് ഒരു വഴികാട്ടിയായി മാറുന്നത്. വിനീത, ശരി, അതാണ് തദ്ദേശ തെരഞ്ഞെടുപ്പ് ഫലത്തെ അടിസ്ഥാനമാക്കിക്കൊണ്ട് സുനിൽ കനകോലുവും ടീമും തയ്യാറാക്കിയ റിപ്പോർട്ട് UDF-നെ സംബന്ധിച്ചിടത്തോളം ഒരു മുന്നറിയിപ്പ് നൽകുന്നതാണ്. തീർച്ചയായും അതിന്റെ കൂടി അടിസ്ഥാനത്തിലായിരിക്കും UDF തന്ത്രങ്ങൾ മെനയുക എന്നാണ് റോഷിപാൽ റിപ്പോർട്ട് ചെയ്യുന്നത്.